വന്ദേ ശംഭുമുമാപതിം സുരഗുരും വന്ദേ ജഗൽകാരണം വന്ദേ പന്നഗഭൂഷണം മൃഗധരം വന്ദേ പശൂനാം പതിം വന്ദേ സൂര്യശശാങ്കവഹ്നി നയനം വന്ദേ മുകുന്ദപ്രിയം വന്ദേ ഭക്തജനാശ്രയം ച വരദം വന്ദേ ശിവം ശങ്കരം. സ്വാഗതം ബ്രഹ്മദേവ. സ്വാഗതം ധരാദേവി. സ്വാഗതം. കൈലാസ ദർശനം സൗഭാഗ്യദായകം സുരഗുരു. ഉമാമഹേശ്വര മൂർത്തികൾക്ക് നമോവാകും. ഭൂമിദേവി സമേതനായി അങ്ങാഗതനായതിന് നിദാനം അതറിയാൻ ആകാംക്ഷയുണ്ട് ബ്രഹ്മദേവ. ഭൂദേവി വദനം വ്യാകുലമായിരിക്കുന്നല്ലോ. തീവ്രമായ വ്യഥകളാൽ മതിതയാകുവാൻ എന്തേ നിമിത്തം? മൃത്യുഞ്ജയനായ മഹേശ്വര, ശക്തിസ്വരൂപിണിയായ മഹാദേവി, ഭൂമിയിൽ അസുര രാജാക്കന്മാരുടെ ദുർഭരണം കൊണ്ട് ധർമ്മം ക്ഷയിച്ചു. അധർമ്മം ദുസ്സഹമാം വിധം വളർന്നു. ദുർജനഭാരം താങ്ങാൻ വയ്യാതെ ഇതാ ഭൂമിദേവി സങ്കടമുണർത്തിക്കാൻ സമാഗതയായിരിക്കുന്നു. സത്വര പരിഹാരം അനിവാര്യം. അങ്ങയോട് അത് ആലോചിക്കുവാനാണ് ധരാദേവി സമേതനായി നാം ഈ കൈലാസ ശൃംഗത്തിലെത്തിയിരിക്കുന്നത്. അതീവ ഗുരുതരമാണ് സ്ഥിതിഗതികളെന്ന് നാം അറിയുന്നു. അങ്ങുര ചെയ്ത പോലെ സത്വര പരിഹാരം അനിവാര്യം. ധരാദേവി, ധർമ്മ സംസ്ഥാപനാർത്ഥം യഥാകാലം പാരിൽ അവതാരം ചെയ്ത് ഭൂരക്ഷ നിർവഹിക്കുക. അത് നമുക്കോ ബ്രഹ്മദേവനോ സാധ്യമല്ല. അതിനുള്ള അവകാശ അധികാരങ്ങൾ പരമാത്മാവായ വിഷ്ണുദേവനിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ആകയാൽ ദേവി, നമുക്ക് ശ്വേതദീപത്തിലെത്തി വൈകുണ്ഠനാഥനെ തന്നെ ആശ്രയിക്കാം. ശരിയാണ് മഹേശ്വര. മത്സ്യമായി അവതരിച്ച് വേദങ്ങളെ വീണ്ടെടുത്ത ദാമോദരൻ, കൂർമ്മമായി അവതരിച്ച് മന്ധരപർവ്വതത്തെ ഉയർത്തിയ മഹാവിഷ്ണു, ഹിരണ്യാക്ഷ നിഗ്രഹത്തിന് നരസിംഹാവതാരമെടുത്ത നാരായണൻ, ത്രിലോകങ്ങളും പാദത്താൽ അളന്ന വാമനമൂർത്തിയായ മാധവൻ, ക്ഷത്രിയ നിഗ്രഹാർത്ഥം പരശുരാമാവതാരം ചെയ്ത ജനാർദ്ദന ഭഗവാൻ, ശ്രീരാമാവതാരം ചെയ്ത് രാവണഗർവമടക്കിയ പുരുഷോത്തമൻ, പരമ്പൊരുളായ പരമാത്മാവായ ആ വൈകുണ്ഠനാഥൻ തന്നെ ഭൂഭാരമകറ്റാൻ ആശ്രയം. അതെ, നമുക്ക് ഭഗവത് സവിധത്തിലേക്ക് ചെല്ലാം. ദേവന്മാരും ദേവർഷിമാരും ദേവതാരത്നങ്ങളുമെല്ലാം അകമ്പടി കൂടട്ടെ വൈകുണ്ഠയാത്രയിൽ. सहस्रशीर्षा पुरुषा सहस्राक्ष सहस्रपाद स भूमिं विश्वतो अत्यतिष्ठद्दशाङ्गुलम्
पुरुष एवेदं सर्वं यद्भूतं यच्च भव्यम् उतामृतत्वस्येयशानो यदन्नेनादिरोहति एतावानस्य महिमा अतोऽज्यायां च पुरुष पादोऽस्य विश्वाभूतानि त्रिपादस्यामृतं दिवि त्रिपादस्यामृतं दिवि